ഹായ് ഹലോ, ഞാൻ വൃന്ദ. എല്ലാവർക്കും ഹെവൻ ഓഫ് പ്ലാന്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് നിൽക്കുന്നത് ഒരു പച്ചക്കറി തോട്ടത്തിലാണ് കേട്ടോ. അത്യാവശ്യം ഒരു ടെറസ് കൃഷി ചെയ്യുന്ന നമ്മുടെ ഒരു ടീച്ചറെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ സ്വന്തം നാട്ടുകാരിയാണ്. അപ്പം ടീച്ചറുടെ കൃഷിയും കാഴ്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോയാലോ? വായു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ടീച്ചർ കേട്ടോ, രാജമ്മ ടീച്ചറാണിത്. ഇത് നമ്മുടെ ഞങ്ങൾ സ്വന്തം അടുത്തടുത്താണ്, വീടും അടുത്തടുത്താണ്. അപ്പോൾ ടീച്ചറുടെ കുറേ കൃഷിയും കാഴ്ചകളും ഒക്കെ നമുക്കിന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കണം. അപ്പം ടീച്ചർ പല പരിമിതികളും മറികടന്നിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. വീട്ടിലേക്ക് വേണ്ട എല്ലാ വെജിറ്റബിൾസും എല്ലാ പച്ചക്കറികളും ടീച്ചറെ ടെറസിൽ നിന്ന് തന്നെ ടീച്ചർ എടുക്കത്തുള്ളൂ എന്നുള്ള തീരുമാനത്തിലാണ് ടീച്ചർ. അപ്പോൾ വർഷങ്ങൾ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പം ടീച്ചറുടെ കൃഷിയുടെ വിശേഷങ്ങളും ടീച്ചർ എങ്ങനെയാണ് ഇതിനെ പരിപാലിക്കുന്നത് ഇതൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇത് മാത്രമല്ല കേട്ടോ, ഈ പോട്ടിംഗ് മിക്സർ ഉണ്ടാക്കുന്നതും എല്ലാം ചട്ടികളും ഒക്കെ ആയിട്ട് നല്ലവണ്ണം ടെറസിൽ ഒരേ ക്രമത്തിൽ അടുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു പോട്ടിംഗ് മിക്സറിൻ്റെ രീതികളും ടീച്ചറുടെ ബാക്കിയുള്ള കൃഷിയുടെ രീതികളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ടീച്ചറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. അപ്പം ടീച്ചർ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് ടീച്ചർക്ക് സ്വാഗതം. അപ്പോൾ എങ്ങനെയാണ് ടീച്ചർ ഇപ്പോഴത്തെ ടീച്ചറുടെ കൃഷിയായിട്ട് ടീച്ചർ മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ടീച്ചറിനും? ഞാനൊരു ഏകദേശം ഒരു 10-12 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. മിക്കവാറും എൻ്റെ പച്ചക്കറികൾ കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലെ പാചകങ്ങൾ നടത്താറുള്ളത്. എനിക്കത് ഏറ്റവും എൻ്റെ ജീവന് തുല്യം സ്നേഹിക്കുന്ന കുറേ ചെടികളും കുറേ പക്ഷികളും കുറേ മീനും കുറേ കോഴികളും എല്ലാം എനിക്കുണ്ടായിരുന്നു. ഇപ്പോഴേ ശാരീരിക അസുഖം ഒക്കെ ഉള്ളത് കാരണം പച്ചക്കറിയിലൊക്കെ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പം ഈ പ്രാവശ്യം ഒരുപാട് പച്ചക്കറികളും ഉണ്ടായിട്ടുണ്ട് എനിക്ക്. പയറ്, തക്കാളി, കുമ്പളം, മഞ്ഞൾ, ഇഞ്ചി, പിന്നെ പയറ്, വഴുതന, വെണ്ടയൊക്കെ കൊട്ടക്കണക്കിന് വെണ്ടയ്ക്കൊക്കെ ഉണ്ട് വെച്ചിരിക്കുക. മുളക് ഇഷ്ടം പോലെ. ഏകദേശം വിളവൊക്കെ ഒരു പരിധി വരെ കുറച്ചൊന്ന് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്ക് ടീച്ചറെ കൃഷിയും കാഴ്ചകളും ഒക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം കേട്ടോ. ടീച്ചർ കണ്ടില്ലേ നിങ്ങള്? ടീച്ചർ ഈ സ്റ്റിക്കിലൊക്കെ പിടിച്ചിട്ടാണ് കേട്ടോ ഇതിലെല്ലാം നടക്കുന്നത്. കാരണം കാണുന്നുണ്ടല്ലോ ഇത്രയും. ടീച്ചറെ ശരിക്കും ഇപ്പൊ റെസ്റ്റ് എടുക്കേണ്ട സമയമാണ്. ശരിക്കും കാലിന് ചെറിയ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് ടീച്ചർക്ക്. ഇതെല്ലാം അവഗണിച്ചിട്ടാണ് ടീച്ചർ ഈ ഒരു കൃഷിയിൽ ഉറച്ചു നിൽക്കുന്നത്. അതായത് വീട്ടിൽ വേണ്ട പച്ചക്കറി ടീച്ചർ പുറത്തുനിന്ന് മേടിക്കാറില്ല. പലപ്പോഴും നമ്മുടെ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ ഉള്ളവർക്കൊക്കെ ബാലൻസ് വരുന്ന പച്ചക്കറി ടീച്ചർ കൊടുക്കാറുമുണ്ട്. അപ്പം നമുക്ക് ടീച്ചറെ കൃഷിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ? ടീച്ചർ വിളവും കൂടെ എടുക്കും. ഈ വെണ്ട എന്ന് പറഞ്ഞാൽ കുരുന്ന് വേണ്ട, കുരുന്ന്. കാരണം ഞാൻ ഇന്നലെ എല്ലാം മുറിച്ചതാണ്. ഒത്തിരി ഉണ്ടായിരുന്നു, ഇഷ്ടംമാതിരി ഉണ്ടായിരുന്നു. ഇത് വലുതാകുന്നതാണ്. അപ്പൊ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അല്ലേ? കുറച്ച് വിളവും കൂടെ നമുക്ക് അങ്ങ് എടുക്കാം. ഇതിനകത്തുനിന്നൊക്കെ എടുക്കാനുണ്ടല്ലോ, അത് ആ വെണ്ടയിൽ നമുക്ക് എടുക്കാം. ഇതൊക്കെ വലുതാവുന്നതാ. ഇത് ഇപ്പൊ വെറും ചെറുതാ. ഇങ്ങനെ ഒടിച്ചാലേ ഓടിയുന്ന പൈസ ഇത് വാടി നിൽക്കുന്നുണ്ടാ കേട്ടോ. ഞാനൊരു മുറം എടുക്കാമേ, അതിലോട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് എടുത്ത് കട്ട് ചെയ്ത് എടുക്കാം. തക്കാളി ആണെങ്കിലും പുറകിലൊക്കെ ധാരാളം തക്കാളിയും നിൽപ്പുണ്ട് കേട്ടോ. ഈ മുളക് ഇത് വഴുതനങ്ങ പിച്ചിയതാ, ചെറുതായി. വെള്ള വഴുതനമാണല്ലേ? ഉണ്ട വഴുതനല്ലേ? ഇത് കഴിഞ്ഞ ദിവസം വിളവെടുത്തതിന്റെ ബാക്കിയാണെന്ന് തോന്നുന്നു അല്ലേ? ബാക്കിയാണ്. അപ്പൊ ഇങ്ങോട്ടെല്ലാം നമ്മൾ വഴുതനമാണ് വെച്ചിരിക്കുന്നത് അല്ലേ? അവിടെ എല്ലാം വഴുതന, അവിടെ എല്ലാം പയറ. ഇത്തവണ നമ്മൾ ക്യാബേജും കോളിഫ്ലവറും ഒക്കെ എല്ലാം നടാൻ പോകുന്നതേ ഉള്ളൂ. അവിടെ എല്ലാം ചെറിയ തൈകളൊക്കെ ഉണ്ട്. ഇത് ഇന്നലെ എല്ലാം പിച്ച് ചെയ്യാൻ അതുകൊണ്ടാണ് അത് അങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ മുളകിന് ഒരു ചെറിയ ഒരു ഇതുണ്ട്. അതിന് ഞാനിങ്ങനെ മാറ്റി വെച്ചിട്ട് പിന്നെ മരുന്ന് വെച്ചുകൊണ്ടിരിക്കുക. ഉണ്ട്, പച്ചമുളക് ഇഷ്ടംപോലെ ഉണ്ട്. കുറച്ച്
ഇത് മാത്രമല്ല കേട്ടോ, ടീച്ചറയിൽ ധാരാളം ചെടികളും ഓർക്കിഡും താമരയുടെ ഒക്കെ കുറേ അധികം കളക്ഷൻ ഉണ്ട്. നിത്യം പൂ ടീച്ചർ അമ്പലത്തിൽ കൊടുക്കുകയും ചെയ്യും കേട്ടോ. എല്ലാ ദിവസവും കിട്ടുന്ന പൂക്കളെല്ലാം ഇത്രയും ബുദ്ധിമുട്ടാണെങ്കിലും ടീച്ചർ ഇത് ഒരു ദിവസം പോലും റെസ്റ്റ് എടുക്കാതെ ഇതെല്ലാം കറക്റ്റ് നോക്കി നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇത് നമുക്ക് ഭയങ്കര എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവത്തില്ല ഒരിക്കലും. കാരണം ഞങ്ങൾ നിത്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ടീച്ചർ എന്ത് കാര്യം പറഞ്ഞാലും നമ്മളും പെട്ടെന്ന് വാങ്ങി, ഇപ്പം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പോലും ടീച്ചർ നമ്മളടുത്ത് ഇടയ്ക്ക് വിളിച്ചിട്ട് പറയും. അപ്പോൾ പറഞ്ഞാലും നമ്മൾ എത്രയും പെട്ടെന്ന് അത് എത്തിച്ചു കൊടുക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഉജ്ജ്വലയാണ്, നല്ലൊരു വെറൈറ്റി അല്ലേ? ഒരുപാട് വെറൈറ്റി ഉണ്ടായിരുന്നു എനിക്ക്, ഇഷ്ടംപോലെ വെറൈറ്റി മുളകുണ്ടായിരുന്നു. 4 അരി കിട്ടിയായിരുന്നു. ആ 4 അരി ഞാൻ 4 കുഴിച്ചിട്ടു, പക്ഷെ ഒന്നേ കിട്ടി. അപ്പൊ ഇപ്പൊ എനിക്ക് ചോളം കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അത് ഞാൻ ഇനിയിപ്പോ ചോളം നടണം. ഇതുപോലെ കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ? അപ്പൊ എനിക്കത് ബേബി കോണ്ടൊക്കെ സീഡ് കിട്ടുവാണെങ്കിൽ എത്രയും പെട്ടെന്ന് ടീച്ചർക്ക് ഞാൻ കൊണ്ടുതരാമേ. അപ്പം അതും കൂടെ കുറച്ച് ഇതൊരു ടീച്ചല അത് പൂക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. കുമ്പളക്കാ ഒരു പുതിയ വെറൈറ്റി ആണോ? അത് കുമ്പളമാണോ ഇത്? അല്ലയോ, നോക്കിയിട്ട് നമുക്ക് എന്താണെന്നൊന്ന് പറയാമോ? വേറൊരു സൈസ് ആർക്കെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ കമന്റിൽ ഒന്ന് ഷെയർ ചെയ്യണേ. ഇത് എന്താണെന്നുള്ളത് ഒരു വെറൈറ്റി കിട്ടിയതാണെന്ന് തോന്നുന്നു. ഇതിന്റെ ആണോ കണ്ടാന്നോ? അത് ആണെന്ന് തോന്നുന്നു. അത് വേറെ ഇല്ല, കുക്കുംബറിന്റെ വേറൊരു സൈസ് വേണം കണ്ട. ഇത് ഒത്തിരി ഉള്ളതാ. ഞാൻ എല്ലാം ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാനങ്ങ് എടുത്തു തോന്നുന്നു, എടുത്തു വെച്ചേക്കുന്നു. നമുക്ക് ബാക്കിയുള്ളത് നമുക്ക് പൊട്ടിച്ചെടുക്കാം. അത് മൂത്ത് തുടങ്ങി. അത് ഇന്നലെ ഇഷ്ടം പോലെ അങ്ങ് പിച്ചത് കൊണ്ടാ പിന്നെ അത് ഞാനങ്ങ് മടിച്ചു. ഇത് അതുകൊണ്ട് അങ്ങ് പിച്ചു മൂത്തവ. പൊന്നാങ്കണ്ണി ചീരയും ഉണ്ടെന്ന് തോന്നുന്നല്ലേ? ഉണ്ട്. കുറച്ചധികം ഉണ്ടായിരുന്നു നേരത്തെ വന്നപ്പോൾ, അധികം ഉണ്ടായിരുന്നു. ഞാനെല്ലാം പിച്ചതാ. ഇപ്പം എന്നും എടുക്കാറുണ്ടോ? പിച്ചെടുക്കാറുണ്ട്. ഇനിയിപ്പോ പിച്ചാറായി. എല്ലാം ഒത്തിരി ദിവസം എടുത്തതായിട്ടാണ് ഇതിങ്ങനെ ഇപ്പൊ നിൽക്കുന്നത്. അത്യാവശ്യം വെയിലും കൂടെ അടിക്കുന്നത് കൊണ്ടാണ് തോന്നിയത്. ഇതിന് നല്ല വ്യത്യാസമുണ്ട്. ഇത് നമുക്ക് ചതുരപ്പയറാണെന്ന് തോന്നുന്നു അല്ലേ? ഇത് ചതുരപ്പയറാണെന്നാ തോന്നുന്നത്. രണ്ടും തുടങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ ടീച്ചറെ? പൂക്കാൻ തുടങ്ങിയില്ല. ടീച്ചറെ ഫിഷമിനും ഒക്കെ ഒന്ന് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. ഇഷ്ടം പോലെ ടീച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫിഷമിൻ ആസിഡ് ഒക്കെ ധാരാളം ഉണ്ടാക്കി. പിന്നെ ഇന്നാണ് ടീച്ചർ ഓരോന്നും കൃത്യമായിട്ടാണ് ചെയ്യുന്നത്. പയർ പിച്ചി കഴിഞ്ഞതാണോ? പച്ചക്കറികൾ വിളഞ്ഞു നിൽക്കുന്ന ഈ ടെറസിൽ ടീച്ചർ തൻ്റെ മക്കളെ നോക്കുന്നത് പോലെയാണ് ഓരോരുത്തരുടെയും അടുത്തെത്തുന്നത്. ടീച്ചർ തൻ്റെ മക്കളെ പോലെ തന്നെ ഈ കുട്ടികൾക്കും വലിയൊരു പ്രാധാന്യം കൊടുക്കാറുണ്ട്. ഉണർന്നാൽ രാവിലെ ഇവരെ കാണാനും യഥാസമയങ്ങളിൽ ഇവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകാനും തൊട്ടും തലോടിയും ഒക്കെ അവരുടെ അമ്മയായി എപ്പോഴും കൂടെയുണ്ട്. പ്രായാധിക്യത്തിലുള്ള വെല്ലുവിളികളെ അവഗണിച്ച് ടീച്ചറുടെ ഈ മനസ്സ് നമുക്ക് ഓരോരുത്തർക്കും ഊർജം നൽകുന്ന ഒന്നാണ്. കുറച്ചധികം ഗ്രോ ബാഗുകളിലും ചട്ടിയിലുമായി ഇഞ്ചിയും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. വിളവെത്തി നിൽക്കുന്ന ഇഞ്ചിയും നമ്മുടെ മനസ്സ് നിറയ്ക്കുന്ന ഒന്നാണ്. ടീച്ചറുടെ ചിരിച്ചുകൊണ്ടുള്ള ഈ മുഖം ഇവരുടെ ഒപ്പമുള്ള യാത്രകളിൽ കൂടുതൽ നിറമുള്ളതാവട്ടെ. ടെറസിനോട് ഇറങ്ങുന്ന പോർഷനിൽ നമ്മൾ കുറച്ച് ഭാഗത്ത് ടീച്ചർ താമര വെച്ചിട്ടുണ്ട്, കുറച്ച് ഭാഗത്ത് ആമ്പല് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതെല്ലാം പിങ്ക് ക്ലൗഡിന്റെ ആണ്. ഇതൊക്കെ പലപ്പോഴായിട്ട് വാങ്ങിച്ചിട്ടുണ്ട് ടീച്ചർ. ധാരാളം പൂക്കള് ഇതെല്ലാം പിടിച്ചതാ. ഇപ്പൊ അപ്പുറത്ത് പിടിച്ച് വെച്ചിട്ടുണ്ട്, അത് കാണിക്കാൻ ടീച്ചർ ഇതെല്ലാം അമ്പലത്തിലും കൊടുക്കും. നമ്മൾ ഇന്നത്തെ നമ്മുടെ പച്ചക്കറിയുടെ വിളവെടുപ്പാട്ടോ. ഇത്രയും പച്ചക്കറി ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു മുറം പച്ചക്കറി എന്ന് നമ്മൾ പറയത്തില്ലേ, അത്രയുണ്ട് കേട്ടോ. ഇത് എടുത്തോണ്ട് നമുക്ക് ഇറങ്ങാൻ ഇച്ചിരി പാടാണ്. ഇന്ന് ചീര ഇല്ല കേട്ടോ. ഇന്ന് ചീര ടീച്ചർ കറി വെച്ചു കേട്ടോ. അപ്പം ബാക്കി നമ്മുടെ തക്കാളിയും പച്ചമുളകും ഒക്കെ ഇടിയും പറിക്കാൻ ധാരാളം ഉണ്ട്. നമ്മൾ പറിച്ചില്ല, കട്ട് ചെയ്തെടുത്തില്ല, അധികം ഒന്നും കട്ട് ചെയ്തെടുത്തില്ല. അപ്പോൾ കണ്ടില്ലേ ടീച്ചർ പയ്യെ പിടിച്ചാണ് ഇറങ്ങുന്ന ഈ ടെറസിന്റെ താഴോട്ട് ഇറങ്ങുന്ന ഈ പോർഷൻ. അപ്പൊ ഇന്നത്തെ വീഡിയോയും കാഴ്ചകളും ടീച്ചറുടെ കാഴ്ചകളെല്ലാം നിങ്ങൾ കണ്ടല്ലോ അല്ലേ? പച്ചക്കറിയും കാഴ്ചകളും എല്ലാം കണ്ടില്ലേ? അപ്പം ഇത് ടീച്ചർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റും. വേസ്റ്റ് ബിന്നിനാണേലും എല്ലാം ഓരോ സെപ്പറേറ്റ് കമ്പോസ്റ്റ് യൂണിറ്റും എല്ലാം ടീച്ചർ ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
ഓരോന്ന് കൃത്യമായിട്ട് ടീച്ചർ ഒരു ടൈം ടേബിൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ടീച്ചർ ഓരോ കാര്യങ്ങളും ചെയ്യാറുള്ളത് കേട്ടോ. ഈ പരിമിതികളെല്ലാം മറികടന്നിട്ടാണ് ടീച്ചർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. ഞാനിത് വീണ്ടും പറയുന്നത്, ഇത്രയും ഈ ഒരു ഏജ് ടീച്ചർക്ക് ഇത് ചെയ്യാമെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഇത് നന്നായിട്ട് നമുക്ക് ചെയ്ത് നമ്മുടെ വീട്ടിലേക്കുള്ള പച്ചക്കറികൾ, വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് നമ്മുടെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഇതെല്ലാവർക്കും പ്രയോജനപ്പെടുന്നു വിശ്വസിക്കുന്നു. ടീച്ചർക്കും സന്തോഷമായിരുന്നു. എനിക്ക് വലിയ സന്തോഷമായി. കാരണം നമുക്ക് അരുതാത്തതൊന്നുമില്ല, നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് നമ്മളിത് മണ്ണിലോ അല്ലെങ്കിൽ ഒന്ന് കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ ഒന്ന് സംരക്ഷിച്ചാൽ മാത്രം കണ്ടോ. നല്ല എളുപ്പമല്ല. അതുമല്ല, ഈ വെണ്ടയൊക്കെ ഇങ്ങനെ ആദ്യം ഒരു 4-5 പിന്നെ ഇലയാവുമ്പോഴത്തെ എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. പിന്നെ അങ്ങോട്ട് പൂത്ത് വരുമ്പോഴത്തേക്ക് അതിനേക്കാളും നല്ലതാണ്. പിന്നെ കാ പിടിച്ചത് എല്ലാം ചെറിയ കായപ്പോൾ വലിയ കായെല്ലാം പിച്ചിനാണ്. അതിന്റെ ചെറുപ്പത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്റെ കൂടെ കൃഷി ചെയ്യണം, നമ്മുടെ വീട്ടിൽ ചെയ്യണം. നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല ഇതിനകത്ത്, ഒരു പ്രയാസപ്പെടുകയേ വേണ്ട. എല്ലാവരും വിചാരിച്ചാൽ ഒരു 15-20 കിലോ ബാഗിനകത്ത് 2 എണ്ണം വീതമെങ്കിലും നട്ട് നമ്മുടെ വീട്ടിലേക്കുള്ളത് എടുക്കാൻ പറ്റും. അപ്പം നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഓക്കെ, ബൈ.